Hi students, in this section we are going to discuss a problem related to chain rule. Then the question is, using chain rule, express dou w by dou u and dou w by dou v in terms of u and v if w equal to xy plus yz plus zx, then x equal to u plus v, y equal to u minus v, z equal to uv. Also evaluate dou w by dou u and dou w by dou v at 1 by 2, the point and 1 by 2, 1. Using chain rule, express dou w by dou u and dou w by dou v in terms of u and v if w equal to xy plus yz plus zx, where x equal to x plus u, x equal to u plus v, y equal to u minus v and z equal to uv. Also evaluate dou w by dou u and dou w by dou v at the point 1 by 2, 1. അപ്പോൾ എങ്ങനെ വരും? w is a function of എന്താ വരുന്നത്? w is a function of x, y, z അല്ലേ? w is a function of x, y, z. then x, y, z are functions of u and v അല്ലേ? അപ്പം one dependent variable, two independent variable അല്ലേ? two independent variable, three intermediate variable. Then we can consider the derivative of w with respect to u. എങ്ങനെ വരും? w is a function of, ട്രീ ഡയഗ്രം ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എന്ത് വരും? x, y, z. then first we consider derivative with respect to u. അപ്പോൾ എന്ത് വരും? here dou w by dou x, dou w by dou y, dou w by dou z. then here we have എന്താ വരുന്നത്? dou x by dou u അല്ലേ? dou y by dou u, dou z by dou u. so dou w by dou u equal to എന്ത് വരും? dou w by dou u equal to ഫസ്റ്റ് ബ്രാഞ്ച് വരുമ്പോൾ dou w by dou x into dou x by dou u പ്ലസ് അടുത്ത് എന്ത് വരും? dou w by dou y into dou y by dou u പ്ലസ് അടുത്ത ടൈം എന്താ വരിക? dou w by dou z into dou z by dou u. Similarly, we can consider the derivative of w with respect to v. That is dou w by dou v equal to എന്ത് വരും? dou w by dou x into dou x by dou v plus dou w by dou y into dou y by dou v plus അടുത്ത ടൈം എന്ത് വരും? വൺ മോർ ടൈം dou w by dou z into dou z by dou v അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് ട്രീ ഡയഗ്രം വരച്ച് ചെയ്യുന്നതാണ്, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചിട്ടാണെങ്കിലും ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ഒന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഇതൊക്കെയാണ്. w ഈക്വൽ ടു ഗിവൺ w ഈക്വൽ ടു വാട്ട് ഇസ് w? w ഈസ് xy പ്ലസ് yz പ്ലസ് zx ആൻഡ് u ഈക്വൽ ടു x ഈക്വൽ ടു u പ്ലസ് v, y equal to u minus v and z equal to uv. Okay, then first we can find dou w by dou u. dou w by dou u equal to, ഞാൻ ഫോർമുല ഒന്നുകൂടി എഴുതാണേ. dou w by dou u equal to dou w by dou x into dou x by dou u plus dou w by dou y into dou y by dou u plus dou w by dou z into dou z by dou u. That's equal to dou w by dou x എന്താ വരിക? ഡെറിവേറ്റീവ് ഓഫ് w with respect to x വരണം. അപ്പോൾ എന്താ വരുന്നതെന്ന് നോക്കി, x വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈയുടെ ഡെറിവേറ്റീവ്, y കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല, എക്സിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് 1 പ്ലസ് yസിൻ്റെ ഡെറിവേറ്റീവ് എന്താവും? വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോഴത്തേക്കും ദിസ് ഇസ് 0. ദെൻ ഇസഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ ഇസഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, എക്സിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് 1 വരില്ല. അപ്പോൾ y പ്ലസ് ഇസഡ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു യു വരണം. എന്ത് വരും? യുവിൻ്റെ ഡെറിവേറ്റീവ് 1 വരും, വിയുടെ ഡെറിവേറ്റീവ് എന്തായി പോകും? 0 പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു വൈ വേണം. എന്ത് വരും? എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ
എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. പ്ലസ് വൈ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഇസഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, വൈയുടെ ഡെറിവേറ്റീവ് എന്തായിപ്പോൾ 1 ആവും. പ്ലസ് ഇസഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിപ്പോളും? വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുന്നുണ്ട് 0 ആയിപ്പോവും. ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഡോ വൈ ബൈ ഡോ യു എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു യു എന്ത് വരും? ദറ്റ് ഈസ് 1. പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്താ വരിക? ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു ഇസഡ് വേണം. എന്താ വരുന്നത്? ദറ്റ് ഈസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എടുക്കുമ്പോൾ എക്സ്പെക്ട് ഡെറിവേറ്റീവ് 0 ആവും. വൈ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്താവും? വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1. പ്ലസ് ഇസഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താവും? എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും. ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ യു. ഡോ ഇസഡ് ബൈ ഡോ യു എന്താ വരുന്നത്? ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു യു എന്ത് വരും? ദറ്റ് ഈസ് വി വരും അല്ലേ? യു വിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു എടുക്കുമ്പോൾ വി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, യുടെ ഡെറിവേറ്റീവ് 1 വരും. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു, നമുക്കിനി വാല്യൂസ് കൊടുക്കാം. നമുക്ക് ഫൈനൽ ആൻസർ വേണ്ട യുവിൻ്റെ വീടിൻ്റെ ടൈംസ് ഇല്ലല്ലേ? അപ്പോൾ യു വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? യു മൈനസ് വി പ്ലസ് ഇസഡിന് പകരം എന്ത് കൊടുക്കാം? യു വി പ്ലസ് എക്സ് പ്ലസ് ഇസഡ്. എക്സിന് പകരം യു പ്ലസ് വി പ്ലസ് ഇസഡ് ഈസ് യു വി പ്ലസ് വൈ പ്ലസ് എക്സ്, അതായത് യു മൈനസ് വി പ്ലസ് യു പ്ലസ് വി ഇൻറ്റു വി വരും അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ടേംസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം യു മൈനസ് വി പ്ലസ് യു വി പ്ലസ് യു പ്ലസ് വി പ്ലസ് യു വി. അടുത്ത ഇവിടുന്ന് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? പ്ലസ് യു വി മൈനസ് വി സ്ക്വയർ പ്ലസ് യു വി പ്ലസ് വി സ്ക്വയർ വരും അല്ലേ? അപ്പോൾ ഈ മൈനസ് വി സ്ക്വയറും പ്ലസ് വി സ്ക്വയറും ഇവിടെ ക്യാൻസൽ ആവുമല്ലോ. ഇവിടെ ഒരു മൈനസ് വിയും പ്ലസ് വിയും കൂടെ ക്യാൻസൽ ആവാനുണ്ട്. ദെൻ ബാക്കി വരുന്നത് എന്താണെന്ന് നോക്കി, യു 2 ടൈംസ് വരുന്നുണ്ടല്ലേ? 2 ടൈംസ് യു പ്ലസ് യു വി 1 2 3 4 ടൈംസ് വരുന്നു. അപ്പോൾ 4 ടൈംസ് യു വി. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ഡോ ഡബ്ല്യു ബൈ ഡോ യു. ഡോ ഡബ്ല്യു ബൈ ഡോ യു ഈക്വൽ ടു 2u പ്ലസ് 4uv. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡോ ഡബ്ല്യു ബൈ ഡോ യു അറ്റ് ദ പോയിന്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടുപിടിച്ചിട്ട് പോകാം. ഡോ ഡബ്ല്യു ബൈ ഡോ യു ആൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ വി അറ്റ് 1/2 1 എന്നുള്ള പോയിൻറ്റൂടെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ 1/2 1 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് വരും? യുവിന് 1/2 കൊടുക്കുക, വിക്ക് 1 കൊടുക്കുക, അതല്ലേ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ യു അറ്റ് ദ പോയിൻറ്റ് 1/2 1 കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു യുവിൻ്റെ സ്ഥാനത്ത് 1/2 കൊടുക്കുക അല്ലേ? 2 ഇൻറ്റു 1/2 പ്ലസ് 4 ഇൻറ്റു യുവിൻ്റെ സ്ഥാനത്ത് 1/2 ഇൻറ്റു വിയുടെ സ്ഥാനത്ത് 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 1/2 വരുമ്പോൾ 1 പ്ലസ് ഇത് ക്യാൻസലായിട്ട് ഇവിടെ 2 വരും. ദാറ്റ്സ് ഈക്വൽ ടു 3. ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു യു അറ്റ് ദ പോയിൻറ്റ് 1/2 1 ഈക്വൽ ടു 3. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡോ ഡബ്ല്യു ബൈ ഡോ വി കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ വി കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ വരും? ഡോ ഡബ്ല്യു ബൈ ഡോ വി ഈക്വൽ ടു, ദ ഫോർമുല ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വി. ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് ഫംഗ്ഷൻ ഒന്നുകൂടെ എടുത്തെഴുതിയേക്കാം. ഡബ്ല്യു ഈക്വൽ ടു എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ്. യു ഇസഡ് എക്സ് ഈക്വൽ ടു യു പ്ലസ് വി, വൈ ഈക്വൽ ടു യു മൈനസ് വി ആൻഡ് ഇസഡ് ഈക്വൽ ടു യു വി. ഇതല്ലേ ഫംഗ്ഷൻസ് വരുന്നത്. അപ്പോൾ അതെഴുതി. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ത് വരും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് വരണം. അപ്പോൾ എന്ത് വരും? വൈ പ്ലസ് ഇസഡ് ഇൻറ്റു എന്ത് വരും? ഡോ എക്സ് ബൈ ഡോ വി, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വി എന്ത് വരും? ദറ്റ് ഈസ് 1 പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു വൈ എന്ത് വരും? എക്സ് പ്ലസ് ഇസഡ് വരും അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ് അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് എഴുതുന്നത്. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പം വൈയുടെ ഡെറിവേറ്റീവ് എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. വൈ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇസഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ, സോറി ഡോ വൈ ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ വി എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വി എന്ത് വരും? ഇറ്റ് ഈസ് -1 പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഇത് 0 ആയിപ്പോൾ എക്സ്പെക്ട് ഡെറിവേറ്റീവ് 0 ആവും. ദെൻ ഇവിടുന്ന് വരുന്നത് വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സ് നിൽക്കും, വൈയുടെ ഡെറിവേറ്റീവ് 1 ആയി, സോറി ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിപ്പോൾ ഇൻറ്റു എന്തുകൂടെ വരണം? ഡോ ഇസഡ് ബൈ ഡോ വി. ഡോ ഇസഡ് ബൈ ഡോ വി എന്താ വരിക? ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വി എന്ത് വരും? ദറ്റ് ഈസ് യു. ദാറ്റ്സ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും നോക്കി? വൈ പ്ലസ് ഇസഡ് പ്ലസ് എക്സ് പ്ലസ് ഇസഡ്
മൈനസാണ് വരുന്നത് അല്ലേ, മൈനസ് എക്സ് പ്ലസ് ഇസഡ്. ഇവിടെ ഒരു മൈനസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നില്ലേ, പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു യു. ദാറ്റ്സ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ്. വൈക്ക് പകരം എന്ത് കൊടുക്കാം, യു മൈനസ് വി പ്ലസ് ഇസഡ് ഈസ് യു വി മൈനസ് എക്സ് എന്താ വരുന്നത്, എക്സ് ഈസ് യു പ്ലസ് വി ദെൻ ഇസഡ് ഈസ് യു വി അല്ലേ, പ്ലസ് യു വി പ്ലസ് വൈ ഈസ് യു മൈനസ് വി പ്ലസ് എക്സ് ഈസ് യു പ്ലസ് വി ഇൻറ്റു ഔട്ട് സൈഡിൽ എന്തുണ്ട്, ഒരു യു ഉണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു നോക്കി യു മൈനസ് വി പ്ലസ് യു വി മൈനസ് യു, ഇത് മൈനസ് പുറത്തുണ്ടല്ലോ, അപ്പോൾ മൈനസ് യു മൈനസ് വി മൈനസ് യു വി. നോക്കി ഇവിടെ നമുക്ക് ഈ ബ്രാക്കറ്റ് വെച്ച് തന്നെ ഈ മൈനസ് വിയും പ്ലസ് വിയും കട്ട് ചെയ്യുക അല്ലേ. അതിന് അടുത്തത് വരുന്നത് യു പ്ലസ് യു 2u വരും, ദാറ്റ് ഈസ് 2u² വരും. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ള ടേംസ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ യുവും മൈനസ് യുവും കൂടെ ക്യാൻസൽ ആയി പോകും അല്ലേ. ദെൻ പ്ലസ് യു വിയും മൈനസ് യു വിയും കൂടെ ക്യാൻസൽ ആവും. ദെൻ റിമൈനിങ് ഈസ് 2u² മൈനസ് വി മൈനസ് വി 2 ടൈംസ് ഉണ്ടല്ലേ, അപ്പോൾ മൈനസ് 2v. ദിസ് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ വി, ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു വി. ഇനി എന്ത് കണ്ടുപിടിക്കണം, ഡോ ഡബ്ല്യു ബൈ ഡോ വി അറ്റ് ദ പോയിൻറ്റ് 1/2 1. എന്ത് ചെയ്യുക, യുവിന് 1/2 കൊടുക്കുക, വിക്ക് 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 2 ഇൻറ്റു 1/2² മൈനസ് 2 ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4 മൈനസ് എന്ത് വരും 2 വരും അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 1/2 മൈനസ് 2 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 3/2 വരും. Okay, this is the value of w, derivative of w with respect to v at the point 1/2 1. പ്രോബ്ലം ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ചെയിൻ റൂൾ ആണ്. ഹിയർ വി ഹാവ് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് യു ആൻഡ് വി, 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുണ്ട് യു ആൻഡ് വിയും, അതുപോലെ എക്സ് വൈസ് എന്ന് പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസും ഉണ്ട്. അപ്പം ചെയിൻ റൂൾ ഫോർ ഫങ്ഷൻ ഓഫ് 3 ഇൻ്റർമീഡിയറ്റ് വേരിയബിൾ ആൻഡ് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നുള്ള കേസാണ് വരുന്നത്. അപ്പം പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എനിവേ താങ്ക് യു.